ഉദ്ധിത, ദൈവമേ, രക്ഷക, സമാധാനമേ, ഡെയിലി വിത്ത് ഗ്രേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അധികാര വികേന്ദ്രണമായ എലക്ഷൻ കഴിഞ്ഞു. ചിലരോട് ചോദിച്ചു, ബ്രദർ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്? ദൈവവിശ്വാസവും അതോടൊപ്പം മനുഷ്യത്വവും നിറഞ്ഞ ജനങ്ങൾ എന്നെ തോൽപ്പിച്ചാൽ ഞാനത് അംഗീകരിക്കും, ജയിപ്പിച്ചാലും ഞാൻ അംഗീകരിക്കും. ആയതിനാൽ വ്യക്തമായിട്ട് ഞാൻ പറയട്ടെ, എൻ്റെ പാർട്ടി എന്ന് പറയുമ്പോൾ അതായത് മനുഷ്യത്വവും ദൈവവിശ്വാസവും നിറഞ്ഞ ജനങ്ങളാണ് എൻ്റെ പാർട്ടി. എൻ്റെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ പിതാവായ ദൈവത്തിൻ്റെ മുഖമായ ദൈവം തമ്പുരാൻ തന്നെയായ ക്രിസ്തുവാണ് എൻ്റെ നേതാവ്. അതോടൊപ്പം തന്നെ നമുക്ക് രാഷ്ട്രീയമായി ഒന്ന് ചിന്തിക്കാം. ഒരു മനുഷ്യന് മതേതരത്വത്തിലൂടെ സമാധാനവും ശാന്തിയും നിറഞ്ഞ ഒരു ജീവിതം നയിക്കണമെങ്കിൽ അത് UDF നൽകുന്നതായിരിക്കും. എന്നാൽ അത് പരസ്പര ഐക്യത്തോടുകൂടി ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതോടൊപ്പം സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സഹായിക്കുകയും കൂട്ടായ്മയിൽ ഒരുക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം. എന്നാൽ അത് നേരായ മാർഗത്തിൽ തന്നെ ആയിരിക്കണമെന്ന് മാത്രം. അതോടൊപ്പം തന്നെ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് രാഷ്ട്രസ്നേഹത്തോടുകൂടി രാജ്യസ്നേഹത്തോടുകൂടി ശക്തിയോടുകൂടി മുന്നോട്ട് നയിക്കുവാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ തന്നെയും അത് മതേതരത്തിൽ അടിയുറച്ചതായിരിക്കണമെന്ന് മാത്രം. അതോടൊപ്പം നമുക്കറിയാം, ഇപ്പോൾ അധികാര വികേന്ദ്രീകരണത്തിലൂടെ രാഷ്ട്രീയം കഴിഞ്ഞപ്പോൾ കുറേ പേര് തോറ്റു എന്ന് പറയും. ആരും തോറ്റിട്ടില്ല. കാരണം അവരുടെ കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ദൈവം നൽകുന്ന അവസരങ്ങൾ മാത്രമാണ് തോൽവി. കുറേ പേര് ജയിച്ചെന്ന് പറയുന്നുണ്ട്. ജയിച്ചവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങളെ ദൈവം തന്നെയാണ് ജയിപ്പിച്ചത്. നിങ്ങളുടെ കഠിനാധ്വാനത്തിനും പരിശ്രമത്തിനും ജനങ്ങൾ ദൈവത്തിന് മുഖമായ ജനങ്ങൾ നൽകിയ ഉത്തരമാണത്. അതിൻ്റെ നന്ദിയുള്ള അവസരമാണിത്. ആയതിനാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഗാന്ധിജിയുടെ സ്വപ്നമായ അധികാര വികേന്ദ്രണത്തിൻ്റെ ജനങ്ങളുടെ ഒടുത്തിരിക്കുന്നവയാണ് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ജില്ലയും എല്ലാം തന്നെ. ഈ അവസരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഒത്തൊരുമയോടുകൂടി നിങ്ങൾ നന്മ ചെയ്യുക. സാധാരണ ജനങ്ങളെ ഉയർത്തിക്കൊണ്ട് വരിക. സാധാരണ ജനങ്ങളെ മനസ്സിലാക്കി ജനങ്ങളോടൊത്ത് അവരെ നന്മ ചെയ്ത് ഉയർത്തിക്കൊണ്ടുള്ള ദൗത്യമാണ് ഈശ്വരൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. ഈ അവസരം നിങ്ങൾ വ്യക്തമായിട്ട് ഉപയോഗിച്ചാൽ ഒരു ശക്തിക്കും നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല. എന്നാൽ പരാജയപ്പെട്ടവരാകട്ടെ തിരുത്തിക്കൊണ്ട് സഹോദര സ്നേഹത്തോട് സത്യസന്ധമായ രീതിയിൽ എല്ലാ കാര്യം ചെയ്യാൽ നിങ്ങൾക്കും ജയം ലഭിക്കും. ഈ അവസരത്തിൽ അതുപോലെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമയോടെ സ്നേഹത്തോടെ എല്ലാം മുന്നേറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും